എല്ലാവർക്കും അങ്ങനെ എ ആർ ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് പാലാത്തറ ബൈപ്പാസിൽ കാർഷികോത്സവം കാണാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ പോരെ, നമുക്ക് അവിടുത്തെ പുതിയ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ കാർഷികോത്സവം കാണാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ പൊടിമോനും പിന്നെ ഞങ്ങൾക്ക് ഒരു ഫോൺ എടുക്കണം തോന്നി. ഓക്സിജനിൽ നിന്ന് കയറി. അങ്ങനെ അവരവിടെ നിന്ന് ഫോൺ നോക്കുകയാണ് ആൻറ്റിക്ക് വേണ്ടി. പിന്നെ ഞങ്ങൾ ആ ചുറ്റാൻ ഈ കാഴ്ചകളെല്ലാം കാണും. നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ഓക്സിജൻ ആണ്, നമ്മുടെ പമ്പിൻ്റെ സൈഡായിട്ട് വരും സൈഡൊക്കെ. ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം ചുറ്റി നോക്കി. അവർ ആ സിവിലും കാര്യങ്ങളൊക്കെ നോക്കുക. അതിൻ്റെ അകത്ത് അത്യാവശ്യം ചെറിയൊരു ഷോറൂമാണ് ഓക്സിജൻ്റെ. പിന്നെ അത് കണ്ടി അത് ഫെയിലായിപ്പോയി, ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ കാർഷികോത്സവത്തിലേക്ക് കയറുകയാണ്. ഇത് കണ്ടോ, അതിമനോഹരമായി ഫ്രണ്ടിലെല്ലാവരും അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ടിക്കറ്റിന് 50 രൂപ ഒരാൾക്ക്. ഞങ്ങൾ 6 പേർക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കയറുകയാണ്. നമ്മുടെ പാലാത്തറ ബൈപ്പാസിലായിട്ടാണ് ഇത് വരുന്നത്, ചങ്ങനാശ്ശേരി. ഞങ്ങളകത്തേക്ക് കഴിയുമ്പോൾ നമ്മൾ ആലപ്പുഴയെ കാണുന്ന പോലെ ഒരു വൈബുള്ള ഒരു സാധനം അവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്, വെള്ളച്ചാട്ടം പോലെ. നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് പുറമെ നമ്മൾ കാണുന്നത്. വോയിസ് റെക്കോർഡാണ് കൊടുത്തിരിക്കുന്നതാണ്, സൗണ്ടും കാര്യങ്ങളും കാരണം. പിന്നെ കുട്ടികൾക്ക് കൗതുകം ഉണർത്താൻ വേണ്ടി പല പല പാവകൾ ഉള്ള ഡെക്കറേഷനൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് അവസാനം വരെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. 50 രൂപ കൊടുത്താലും നമുക്ക് മുതലാകും ഒരാൾക്ക്. കാഴ്ചകളൊക്കെ കണ്ട് ഒരു ചെറിയ രസമായിട്ട് നമ്മുടെ നാട്ടിലെ അടുത്ത് തന്നെയല്ലേ, അതുകൊണ്ട് ഇത് കാണാൻ കയറി ഞങ്ങൾ എല്ലാവരും ഫാമിലിയായിട്ട് വന്നു. MG വ്ളോഗിലെ ഉമ്മ ആണോ നിൽക്കുന്നത്, ഞങ്ങളുടെ ആൻറ്റി. എവിടെ പോയാലും ഞങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. പിന്നെ അവർക്കും ഒരു വ്ളോഗിൻ്റെ ഇതാവും, നമുക്കും അതിലൂടെ ചെയ്യാൻ പറ്റും. ഞങ്ങളെല്ലാം അത് വീക്ഷിക്കുക, അഭിമാമൂളൊക്കെ അത് വീക്ഷിച്ചുകൊണ്ട് നിൽക്കുക. നല്ല രസമാണ്. കുറച്ച് നേരം ഞങ്ങൾ കവാടത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് നേരം സമയം ചിലവഴിച്ചായിരുന്നു. പിന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ ഞായറാഴ്ച ഉണ്ട്, ആൾ കുറവാണ്. എല്ലാവരും ആലപ്പുഴ ഭയങ്കര വൈബും കാര്യങ്ങളും നടപ്പുണ്ട്. അവിടെ ഒരാൾക്ക് 200 രൂപ വെച്ചാണ്. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് 50 രൂപ ഉള്ളു. ആ ഒരു ഇതിൽ നമുക്ക് ചെറിയൊരു രസമായിട്ട് കൊണ്ടുപോകാം പിള്ളേരൊക്കെ ആയിട്ട്. കണ്ടോ, അകത്തോട്ട് ഞങ്ങൾ പ്രവേശിക്കുക. പോകെ പോകെ നല്ല കാഴ്ചകളുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലപോലെ കാണാനും പോയി എല്ലാം ഓരോന്ന് ഇതാക്കി നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് ചക്ക കൊണ്ടുള്ള പല സോഴ്സുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ചക്ക കൊണ്ടുള്ള അച്ചാറുകൾ, ചക്ക കൊണ്ട് നമുക്ക് എന്നാക്കെ ചെയ്യാം അതുപോലുള്ള എല്ലാം വെച്ചിട്ടുണ്ട്. വരാൻ കാര്യങ്ങളൊന്നും ചോദിക്കാൻ സമയം കിട്ടിയില്ല. എല്ലാം ഞങ്ങൾ കണ്ടും കേട്ട് ഒന്ന് പോവുകയാണ്. കണ്ടോ, അതിൻ്റെ പല കുപ്പികളാണ് നിരത്തി വെച്ചിരിക്കുന്നത്, ചക്ക വിഭവങ്ങൾ. പിന്നെ അത് ഓരോരുത്തരും നമ്മൾ ചോദിച്ചു തന്നെ അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട നമുക്ക് വാങ്ങാം. പിന്നെ അച്ചാറുകളെ ഇങ്ങനെ നിരത്തി ഒരു സൈഡിലായിട്ട് വെച്ചിരിക്കുക. തെക്കും തിരക്കൊന്നുമില്ല. ഇത് കുറച്ച് ദിവസത്തേക്കാണ്. നിങ്ങളെല്ലാം വരുമെങ്കിൽ പോയി കാണും. മുഴുവനും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കാണുക. അതുകൊണ്ട് നിങ്ങൾ അവസാനം നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾ പകർത്തിയിട്ടുണ്ട് കഴിവതും. എന്താ പൂക്കളും നിരത്തി വെച്ചിരിക്കുക. പിന്നെ മണ്ടയ്ക്ക് അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളും നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വായിക്കാൻ പറ്റും. പിന്നെ പല പല ടീകൾ, തേയില, ഇഞ്ചർസോ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മാങ്ങയുടെ ഒരു വിപുലമായ ശേഖരം തന്നെ, മാമ്പഴം. നമ്മൾ ഇതുവരെ കാണാത്ത പലതും കഴിച്ച് കാണും, പക്ഷേ അതിൻ്റെയൊക്കെ പേര് നമുക്ക് കിട്ടിയിട്ടില്ല. ഉണ്ടോ, കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും, പല പല പേരുകളാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. കിലോയ്ക്ക് 360 തോന്നുന്നു. ഗുലാബ് എന്ന് പറഞ്ഞ മാങ്ങ. പിന്നെ നാട്ടി 180 കിലോയ്ക്ക്. വേണേൽ അവർ ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ. എന്നാലും നമ്മൾ പ്രയൂർ 160 ഉണ്ടോ. കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുമ്പോഴും വ്യത്യസ്തമായ പേരുകളിൽ അത് അറിയപ്പെടുന്നു. കർപ്പൂര മാങ്ങ, അങ്ങനെ പല കുറച്ച് വിഭവങ്ങളുള്ള മാങ്ങകളുണ്ട്. വാഴപ്പൂവ് അത് ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടാകും, പക്ഷേ പേരുകൾ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ കിടക്കും. താമ്പൂർ ഇന്നൊക്കെ 240 കിലോ ഒക്കെ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് കിടന്നിരിക്കുകയാണ്. നമ്മുടെ അകത്തൊരു വലിയ ഹാള് പോലെ കിടക്കുന്നുണ്ട്. ഒരു കാർഷിക സംഘം വെച്ച നാടൻ ഇത്
വിഷമൊന്നും ചേർക്കാത്ത പച്ചക്കറികളാണെന്ന് പറഞ്ഞാണ് വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ആവശ്യക്കാർക്ക് വാങ്ങാം. നമ്മളെല്ലാം കണ്ടും കേട്ടൊക്കെ പോവുകയാണ്. പിന്നെ ബുക്കുകളുടെ ഒരു ശേഖരമുണ്ട്. കുട്ടികൾക്കുള്ള ചെറിയ കുട്ടി പുസ്തകങ്ങളും സ്റ്റിക്കറുകളും പല പല നോവല്, അങ്ങനെ കഥാരചന, കഥകൾ. പിന്നെ മൂക്കൊരു കടായി സ്റ്റിക്കർ എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ വേണമായിരുന്നു. അത് 20 പീസായിട്ടാണ് വരുന്നത്. 150 രൂപ കൊടുത്ത് അതൊരെണ്ണം വാങ്ങി. അത് 20 പീസാണ് വരുന്നത്. നമ്മൾ ഓൺലൈനിലൊക്കെ അതിന് ഇച്ചിരി വില കൂടുതലാണ്. അത് വാങ്ങി. പിന്നെ ഫർണിച്ചറുകൾ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് വീട്ടിൽ എത്തിച്ചേരും വേണ്ടത് കേട്ടോ. അവസാനം നല്ല നല്ല കാഴ്ചകളും ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. വോയിസ് ആയിട്ട് നമുക്കത് മുൻകൂട്ടി പറയാനൊക്കെ പറ്റും. കുറേയൊക്കെ സ്റ്റോളുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. പതുക്കെ പതുക്കെ എല്ലാം തുടങ്ങുമായിരിക്കാം. പല പല വിഭവങ്ങളാണ്. എല്ലാം അവർ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക്. എൻ്റെ മോള് കടായി സ്റ്റിക്കർ മേടിച്ച് കൈവച്ചിട്ടുണ്ട്. കൊച്ചിന് സന്തോഷമായി. കുറേ നാൾ കൊണ്ട് പറയുന്നു. അതൊക്കെ വാങ്ങി ഞാൻ കാണിക്കേണ്ട. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പാർട്ടി നല്ല വിശാലമായിട്ട് ഇങ്ങനെ ഇറക്കി. പിന്നെ വാച്ചുകളൊരു കമ്പനി വാച്ചല്ല, നമ്മളെ ടോയ്സ് വാച്ച് പോലത്തെ വാച്ചാണ്. പിന്നെ പല പല അച്ചാറുകളുണ്ട്. പല സാധനങ്ങളെയും, മാങ്ങയും ചക്കയും ഈന്തപ്പഴവും വെളുത്തുള്ളി, അങ്ങനെ ഒരുപാട് അച്ചാറുകളുണ്ട്. ജാതിക്ക, നെല്ലിക്ക എല്ലാം 100 രൂപയെന്ന് അവർ പറയുന്നത് കേട്ടോ. എത്ര കിലോയാണ് ഗ്രാമാണോ അറിയില്ല. പിന്നെ മൊബൈൽസിൻ്റെ കുറേ കവറുകൾ മറ്റും വിൽപ്പനയുണ്ട്. പിന്നെ വ്യത്യസ്തമായ പൊരി ഐറ്റംസുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വേണം വാങ്ങാം. ഞങ്ങളെല്ലാം ഇങ്ങനെ കണ്ടും കേട്ടും പോകും. പിന്നെ അലുവകൾ, കോഴിക്കോടൻ അലുവ മുതൽ നാടൻ അലുവ വരെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പോകെ പോകെ നല്ല വർണ്ണവിഭവമായ കാഴ്ചകളായിട്ട് ഞങ്ങൾ കണ്ടു പോവുക. എല്ലാവരും കൂടെയുണ്ട്, പകർത്തുന്നുണ്ട്. എല്ലാവരും അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി വിലകളൊക്കെ ചോദിക്കുന്നുണ്ട്. ഉണ്ട്, കേക്കുകളുണ്ട്, വ്യത്യസ്തമായ കേക്കുകൾ തൂക്കി വിൽപ്പനയ്ക്കായി. എല്ലാം നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ എല്ലാവരും ഉണ്ടോ, നമ്മുടെ ഫാമിലി എല്ലാം, ഭാര്യയും മക്കളും എല്ലാവരും നോക്കി വിലയും പറഞ്ഞെടുത്തൊക്കെ നോക്കുമ്പോൾ. പിന്നെ നമ്മുടെ ലാഭമേളയിലുള്ള പോലെ ചീപ്പ് ഐറ്റംസുകളെ വളകൾ കണ്ടമാനമുണ്ട്. പല വ്യത്യസ്തമായ വളകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ട്. പെൺകുട്ടികൾക്ക് പറ്റുന്നു ഉണ്ടോ. പിന്നെ കുട്ടികൾക്ക് പറ്റുന്ന ടോയ്സ്, കാർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ടോളായിട്ട് അവരിയ്ക്കുന്നതുകൊണ്ട് ഇച്ചിരി വില കൂടുതലൊക്കെയാണ് അതിന് അവർ ചോദിക്കുന്നത്. മാഹിമോൻ കാറിൻ്റെ ഒക്കെ നോക്കുക, വിലകളും കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ പൊടിമോനുണ്ട്. പിന്നെ ബോൾസുകൾ പണ്ടൊക്കെ ഉണ്ട്, ഫുട്ബോൾ. കമ്പനി ഐറ്റംസ് എല്ലാം സാധാരണ പ്ലാസ്റ്റിക് ബോൾസ്. പിന്നെ പാത്രങ്ങൾ, അലൂമിനിയം പാത്രങ്ങൾ മറ്റും നിരത്തി വെച്ചിട്ടുണ്ട്. പ്ലേറ്റുകൾ ഉണ്ടല്ലോ. ഞങ്ങളിങ്ങനെ ഓരോ വീഡിയോകൾ എടുത്ത് അവിടെ നിന്ന് ഒക്കെ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ പല്ലി അകറ്റുന്ന ഒരു സാധനമുണ്ട്. നമ്മളാ വീട്ടിൽ പകരം എല്ലായിടത്തും പല്ലി ശല്യമാണല്ലോ. പിന്നെ കുറേ മസാല ഐറ്റംസുകൾ പറയുന്നുണ്ട് കുറച്ച്. എന്തായാലും ഞാൻ പല്ലി അകറ്റുന്ന ഒരു സാധനം മേടിച്ചാണ്, ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി. ഒരു പുൽത്തൈലത്തിൻ്റെയൊക്കെ മണമാണ് വരുന്നത്. പക്ഷേ അത് കെമിക്കലൊന്നുമില്ല. നമുക്ക് ബ്രഷുള്ള ഭാഗത്തൊക്കെ അടിച്ചാൽ സാധാരണ ബ്രഷിലൊക്കെ ഒന്ന് പല്ലി നക്കുമല്ലോ, അതിനുവേണ്ടി അതൊന്നും മേടിച്ചാണ്. അവർ പറഞ്ഞ് അതിൻ്റെ അകത്ത് വീണാലും കെമിക്കലൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എൻഡിങ് പോയിൻറ്റിലേക്ക് അടുത്തിരിക്കുകയാണ്. വെളിയിലിറങ്ങി അപ്പുറത്ത് ക്യാൻറ്റീനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ സസ്യങ്ങളുടെ ഒരു ശേഖരം തന്നെ ഉണ്ട് ഇവിടെ. അതേപോലെ ചെടികളും മറ്റും ഉണ്ട്. എൻഡിങ് പോയിൻറ്റിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. ഞങ്ങൾ തീരാറായി. അകത്ത് ഞങ്ങൾ പിന്നെ ഫുഡിൻ്റെയൊക്കെ വില വയ്ക്കാൻ ഭയങ്കര അന്യായ കാര്യങ്ങളും മറ്റും ഞങ്ങളൊന്നും ഇതാക്കാൻ നിന്നില്ല. അതൊക്കെ ഇറങ്ങി
എന്തായാലും അത്യാവശ്യം 50 രൂപയ്ക്ക് ഒരാൾക്ക് കൊടുത്താലും കാണാൻ പറ്റുന്ന കാഴ്ചകളുണ്ട്. നമുക്ക് രസകരമായിട്ട് മുമ്പോട്ട് പോകാം കണ്ടും കേട്ടും. ഇതിൻ്റെ ചെടികൾ ഓരോന്ന് പകർത്തിയെടുക്കുക. ചെടികൾ കണ്ടാൽ നമുക്ക് ഒരു താല്പര്യമുണ്ട്. നമ്മൾ ചെടി വളർത്തുന്നുണ്ട് ഇവിടെ. കാര്യമെല്ലാം മുളകിലും മറ്റും എടുക്കുകയാണ്. വീഡിയോ നിങ്ങൾ മാറി മാറി എടുക്കുക ഈ ഫോണിൽ. കേട്ടോ, പല പല നല്ല നല്ല ചെടികളുണ്ട് കേട്ടോ. നല്ല പുതിയ വ്യത്യസ്തമായ പൂവുകൾ മറ്റുള്ള. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ചെറിയ പാർക്ക് പോലെ ഉണ്ട്. കാശ് കൊടുത്ത് നമുക്ക് കയറി കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ കുറച്ച് നേരം ഉല്ലസിക്കും. ചെടികളെ ഫോട്ടോ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകിട്ട് പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ഉണ്ട്. പിള്ളേർക്ക് പറ്റുന്ന ചെറിയൊരു പാർക്ക്. ഇത് എൻഡിങ് പോയിൻറ്റിലേക്കാണ്. എൻഡിങ് പോയിൻറ്റ് നമ്മൾ കിടക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അവിടെ കുറച്ച് നേരം നമുക്ക് ചിലവഴിച്ചിരിക്കാം. ആഹാരം വല്ലതും കഴിക്കണമെങ്കിൽ അപ്പുറത്ത് കഴിച്ച് ഇവിടെ വന്നിരിക്കാം. പിന്നെ നമ്മളെ കാർണിവൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ മറ്റേ ഇത് ഗെയിമുകൾ, അത് അപ്പോൾ ഗ്ലാസ് മൊത്തം എറിഞ്ഞു പോയ പൊട്ടിച്ച് താഴെ കളഞ്ഞാൽ മണ്ടയ്ക്കിടുന്ന പാവകളൊക്കെ കിട്ടും. ഞങ്ങൾ ചുമ്മാ രസത്തിനൊക്കെ ചെയ്തു, പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല. ഇവിടെ കാശ് പോയി. ഇതുപോലെ തന്നെ കുറച്ചങ്ങോട്ട് മരുന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇമാമും മോളും മാഹിമോനും ഞാനും ഒക്കെ പരീക്ഷിച്ചു പക്ഷേ മൊത്തം പോയില്ല, കാശ് പോയി. പൊടിമോനും ഒക്കെ എറിഞ്ഞു, പക്ഷേ കിട്ടിയില്ല കാശ്. നിരത്തി വെച്ചാൽ കേട്ടോ, 3 ബോൾ തരും, അത് വെച്ച് എറിയണം. കുറച്ച് ഗ്ലാസ് പോയുള്ളൂ, ബാക്കി മുഴുവൻ പോയാലും ഒരു എന്തെങ്കിലും പ്രൈസ് വരത്തുള്ളൂ. ആ പരീക്ഷണങ്ങൾ ഞങ്ങൾ നിർത്തി. ഞങ്ങളെ സാമ്പത്തിക അനുവദനീയമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തിലേക്ക് കിടന്നു. പിന്നെ ഒരു രസവുമാണ് ഇത്. അത് 50 രൂപ ഉള്ള ഒരാൾക്ക് കേട്ടോ. 3-4 ബോൾ തരും, അത് ഒരാൾ എറിഞ്ഞ് ഒരു സൈഡിൽ മൊത്തം ഗ്ലാസ് താഴേക്ക് വീഴണം. അതുകൊണ്ടോ ചെറിയ നീന്തൽക്കുള്ള പിള്ളേർക്ക് ഇതാക്കാം. ഇതാണ്ടോ ഇതും മറ്റേ ഇത് റിങ്സ് എറിയുന്നതും അതും ഞങ്ങൾ പരീക്ഷിച്ചു, അതിനും കാശ് പോയി. പിന്നെ കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഇത് എല്ലാവരും ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു. അതാ ഞായറാഴ്ചയായിട്ട് ഇവിടെ തിരക്ക് കുറവാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംരംഭം ഒന്ന് കാണണമല്ലോ. എല്ലാവരും കണ്ടും കേട്ടുമൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാം സെൽഫി എടുത്ത് വെളിയിലിറങ്ങിയ ഞങ്ങളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിക്കുക.